പ്രാകൃതവും അതിക്രൂരവുമായ ഹീന പാരമ്പര്യമാണ് സ്പെയിനിലെ കാളപ്പോര്. കൊല്ലാക്കൊല ചെയ്യാൻ ജാതകമെഴുതി പോറ്റി വളർത്തിയ സാധുമൃഗത്തെ ജനമധ്യത്തിലേക്കിറക്കി ആൾക്കൂട്ടക്കൊല ചെയ്യുന്നതിനെ വിനോദമെന്ന് എങ്ങനെ വിളിക്കാനാകും? പക്ഷേ യൂറോപ്പിൽ അത് വിനോദമാണ്. മിണ്ടാപ്രാണിക്ക് അത് പ്രാണവേദനയുടെ ആഴങ്ങളിലൊടുങ്ങുന്ന ആയുസ്സും. ചോരയിൽ കുളിച്ച് കയറുകയോ കുളിച്ച് ഒടുങ്ങുകയോ ചെയ്യുന്ന അതിക്രൂരമായ ഒരു വിനോദമാണ് കാളപ്പോര്. കാളപ്പോര് സ്പെയിനിൻ്റെ ഒരു പ്രധാനപ്പെട്ട ദേശീയ വിനോദമാണ് എന്ന് പറയാം. വിനോദം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് തന്നെ അതിക്രൂരമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ എൻ്റെ പിന്നിൽ കാണുന്ന സെവില്ലയിലെ ഈ കാളപ്പോരിൻ്റെ റിങ് എന്ന് പറയുന്നത് ഒരുപാട് കാളകളുടെ, ഒരുപാട് മൃഗങ്ങളുടെ ജീവൻ ഒടുങ്ങുകയും അത് കുത്തേറ്റ് പിടയുകയും ചോര കൊണ്ട് കുതിർന്ന ഒരു മണ്ണാണ് എൻ്റെ പിന്നിൽ കാണുന്ന ഈ റിങ് എന്ന് പറയുന്നത്. പക്ഷേ ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിനോദമാണ്. വിനോദം എന്ന വാക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രൂരമാണ് അങ്ങനെ പറയുന്നത്. പക്ഷേ മൃഗങ്ങളെ ഇഞ്ചിഞ്ചായി കൊന്ന് അതിൻ്റെ ചോര കൊണ്ട് അഭിഷേകം നടത്തുന്ന ഒരു ഗെയിം അല്ലെങ്കിൽ ഒരു കളിയാണ് ഇത്, ഒരു മരണക്കളിയാണിത്. സ്പാനിഷ് ഭാഷയിൽ കൊറിഡ ഡി ടോറോസ് എന്നറിയപ്പെടുന്ന കാളപ്പോര് ചരിത്രാതീത കാലം മുതലേ നിലനിന്നിരുന്ന പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണത്രേ. മെഡിറ്ററേനിയൻ മേഖലയിലും മൊസോപ്പൊട്ടേമിയയിലും പണ്ടെങ്ങോ നടന്ന മൃഗാരാധനയിലും യാഗത്തിലും നിന്നാണത്രേ കാളപ്പോരിൻ്റെ ഉത്ഭവം. ബുൾ ഫൈറ്റർ എന്ന കാളപ്പോരുകാരൻ മെറ്റാഡോർ എന്നാണ് അറിയപ്പെടുന്നത്. സ്പാനിഷിൽ കില്ലർ അഥവാ കൊലയാളി എന്ന വാക്കിൽ നിന്നാണ് മെറ്റാഡോർ ഉണ്ടായത്. സാധുമൃഗത്തെ പ്രകോപിപ്പിച്ച് ആളാരവങ്ങൾക്ക് നടുവിൽ ചങ്കിൽ വാളാഴ്ത്തി കൊല്ലുന്ന മെറ്റാഡോറിന് രാജകീയ പരിവേഷമാണ് സ്പെയിനിൽ. ആൾക്കൂട്ടങ്ങളുടെ ആർപ്പുവിളികളിൽ ഭ്രാന്തെടുത്തോടി മരണത്തിന് കീഴടങ്ങുന്നു സാധുമൃഗം. സ്പാനിഷ് ദേശീയ സ്വത്വത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പ്രതീകമാണ് സംസ്കാരശൂന്യമായ ഈ ബുൾഫൈറ്റ്. കാളപ്പോരിൻ്റെ മരണക്കളിക്കളമാണ് ബുൾ റിങ്. സെവിയായിലെ പ്ലാസ ഡി ടൊറോസ് ഡി റോണ്ട സ്പെയിനിലെ രണ്ടാമത്തെ ഏറ്റവും പഴക്കം ചെന്ന ബുൾറിങ് ആണ്. 1785 പണി കഴിപ്പിച്ചത്. ഇതിനുള്ളിൽ ചോരപ്പൂരത്തിൽ പൊരുതി പിടഞ്ഞുതോറ്റ കാളയുടെ പൂഞ്ഞി പിളർന്നു വീണ രുധിരത്താൽ വരച്ച വൃത്തം പോലെ ബുൾറിങ്ങിലെ ചുവന്ന ലൈൻ ഓഫ് ഡെത്ത്. ഈ വൃത്തം കടന്നാൽ കാളപ്പോരുകാരന് മരണം സുനിശ്ചിതമത്രേ. ചുടുകല്ല് പാകി അക്കമിട്ട് തിരിച്ച പവിലിയനിലെ ഈ ഇരിപ്പിടങ്ങളിൽ 10,000-കണക്കിന് പോരുപ്രേമികൾ ആർപ്പു വിളിക്കുന്നു. അസംഖ്യം കണ്ഠങ്ങളിൽ നിന്നുള്ള കൊലവിളികളിൽ കാള പ്രകോപിതനാകുന്നു. കാളപ്പോരുകാരന് നേരെ കുതിച്ചെത്തി കൂർത്തവാൾ ചങ്കിലേക്ക് ഏറ്റുവാങ്ങി സാധുമൃഗം മരണത്തിന് കീഴടങ്ങുന്നു. അങ്ങനെ ഈ മരണവക്ത്രത്തിൽ വീണൊടുങ്ങിയത് എത്രയെത്ര കാളക്കൂറ്റന്മാരാണ്. കാളയുടെ ചങ്കിൽ കഠാരയാഴ്ത്തിയ പോരുവീരന്മാർ ഇവിടുത്തെ ഇതിഹാസ നായകരാണ്. സ്പാനിഷ് ഫൈറ്റിംഗ് ബുൾ ബ്രീഡിൽപ്പെട്ട 460 മുതൽ 600 കിലോ വരെ ഭാരമുള്ള കാളകളെയാണ് പോരിനായി ഇറക്കുന്നത്. ആക്രമ സ്വഭാവം, ശക്തി, സ്റ്റാമിന എന്നിവ നോക്കി തെരഞ്ഞെടുക്കുന്ന കാളകളെ വിശാലമായ തുറസായ മേട്ടിൽ മനുഷ്യ സമ്പർക്കം അധികമില്ലാതെ വളർത്തിയെടുക്കുന്നു. പൊരുതിത്തോറ്റ കാളയുടെ മാംസത്തിന് ആവശ്യക്കാരേറെയാണ്. തലയും കൊമ്പും സ്റ്റഫ് ചെയ്ത് ഗൃഹാലങ്കാരമാക്കി മാറ്റുന്നു. സ്പെയിനിലെ മിക്ക പ്രദേശങ്ങളിലും മാർച്ച് മുതൽ ഒക്ടോബർ വരെയാണ് കാളപ്പോര് സീസൺ. കോടതി കയറിയ കാളപ്പോര് നിരോധിക്കാൻ നീതിന്യായ പീഠം ഇതുവരെ തയ്യാറായിട്ടില്ല. മനുഷ്യത്വം പോലെ മൃഗത്വം എന്നൊന്നുണ്ടെങ്കിൽ ഇത് മൃഗത്വരഹിതം എന്ന് നിസ്സംശയം പറയാം. എന്നാൽ ചോരയോടെതിരുള്ള ആളുകൾ വരാത്തത് കാരണം മരണവക്ത്രത്തിന് ചുറ്റുമുള്ള അക്കമിട്ട ഇരിപ്പിടങ്ങളിൽ ചിലതൊക്കെ കാലിയാവുന്നുണ്ട് സമീപകാലങ്ങളിൽ. മൃഗസ്നേഹികൾക്ക്
ശുഭസൂചകമായി ഇതു മാത്രമാണുള്ളത്.